ഇപ്പോൾ കേസ് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ സമാനമായ കേസുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയുള്ള അങ്ങേയറ്റത്തെ സ്ത്രീ വിരുദ്ധത, ബോഡി ഷെയ്മിങ്, വായിൽ തോന്നുന്നത് എന്തും പറയാം എന്ന അവസ്ഥ തുടങ്ങിയവ നോർമലൈസ് ചെയ്യപ്പെട്ടിരുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനെയൊക്കെ ആകും എന്ന് ഒരവസ്ഥ വന്നിരുന്നു. പക്ഷേ ഈ ഹണി റോസിൻ്റെ കേസ് മുതൽ അങ്ങോട്ട് ഹണി റോസ് പരാതി കൊടുക്കുന്നു, ഉടൻ തന്നെ ചില അറസ്റ്റുകൾ ഉണ്ടാകുന്നു. അതോടുകൂടി ഈ ഭാഷയ്ക്കും ഈ രീതിക്കുമൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയത്തിൽ കോടതിയും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി മൊത്തത്തിൽ ഓൺലൈൻ വ്യവഹാര ഭാഷയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു നടപടി ചെറിയ തുടക്കം മാത്രമാണ്. അത് തുടങ്ങുമ്പോഴേക്ക് ഇത്ര മാറ്റം ഉണ്ടാവുന്നുവെങ്കിൽ കൃത്യമായി ഇത്തരം വിഷയങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്തു പോയാൽ, അതിന് മാതൃകാപരമായ നടപടികൾ അന്വേഷണ ഏജൻസികളിൽ നിന്നും തുടർന്ന് കോടതികളിൽ നിന്നും ഉണ്ടായാൽ പതിയെ ഇത് മാറുമെന്നുള്ളതിന്റെ സൂചനയാണല്ലോ അത്. തീർച്ചയായും നിയമ നടപടികൾ ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്ന കാര്യത്തിൽ നിയമ നടപടികൾ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വാസ്തവത്തിൽ. അതുകൊണ്ട് അതാണ് നിയമവും അതിൻ്റെ നടത്തിപ്പും നിയമവാഴ്ചയും എല്ലാം ഉദ്ദേശിക്കുന്നത്. നിയമവിരുദ്ധമായ നടപടികൾ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് 100% അത്തരം നടപടികളെ, അത്തരം പ്രവർത്തനങ്ങളെ സമൂഹത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് നിയമവാഴ്ച കൊണ്ട് ഉറപ്പുവരുത്തുക അല്ല ചെയ്യുന്നത്. നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകുന്നുവെന്നും സമൂഹം അതിൻ്റെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ പരസ്പരമുള്ള ഒരു സാമൂഹ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ നിയമവ്യവസ്ഥയുടെ പ്രവചനീയമായൊരു നിയമവ്യവസ്ഥയുടെ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്. അതിനുള്ള നിയമവാഴ്ച അനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. ഇത്തരം നടപടികൾ അതിനെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ ലൈറ്റ് വേർഷൻസ് ആയിട്ടുള്ള ആൾക്കാരെ അത് തടയുകയും ചെയ്യും. ഓൺലൈൻ മീഡിയയിലും ഒക്കെയുള്ള ഇത്തരം അധിക്ഷേപാർഹമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളും പരസ്യമായ തെറിവിളികളും ഒക്കെ നടത്തുന്നവരെ അവരിൽ കുറച്ച് പേരെയെങ്കിലും പിന്തിരിപ്പിക്കും. പക്ഷേ വിഷയം ഇതിലും വലുതാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നിയമ നടപടികളൊന്നും നേരിടാതെ തന്നെ കടുത്ത സ്ത്രീവിരുദ്ധത പറയാവുന്ന തരത്തിലുള്ള ഒരു പുരുഷാധികാര വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം, ഒരു ഘടന, ഒരു സ്ട്രക്ചർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ അതിൻ്റെ പ്രതീകവും പ്രതിനിധാനവും കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ ഹണി റോസിൻ്റെ വസ്ത്രവും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഹണി റോസിൻ്റെ വസ്ത്രം സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരാളെ കോടതി ശിക്ഷിക്കുമോ ശിക്ഷിക്കില്ലേ എന്നല്ല പ്രശ്നം. അത്തരത്തിൽ നിയമത്തിൻ്റെ കൃത്യമായ ശിക്ഷാ നടപടികളിലേക്ക് കടന്നു പോകാത്ത വിധത്തിൽ തന്നെ വളരെ സുഗമമായി സ്ത്രീവിരുദ്ധത പറയാവുന്ന ഒരു അധികാരക്രമത്തെയാണ് നമ്മൾ പുരുഷാധികാര വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ പുരുഷന്മാർ അനാഥരാണ് എന്നിവിടെ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ബോബി ചെമ്മണ്ണൂരിൻ്റെ വക്താവ് പോലെ സംസാരിക്കുന്ന അദ്ദേഹം ഇവിടെ പറഞ്ഞു. എങ്ങനെയാണ് പുരുഷന്മാർ അനാഥരാകുന്നത്? അത് വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു കേസിൽ ആരെങ്കിലും ഒരു കള്ളപ്പരാതി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു തെറ്റായ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതോ ഒന്നുമല്ല നിയമവാഴ്ചയെയോ ഒരു സാമൂഹ്യ വ്യവസ്ഥയെയോ പ്രതിനിധീകരിക്കുന്നത്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു സമൂഹത്തിലെ പാർശ്വവൽകൃതരായ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ സവിശേഷാവകാശങ്ങളെ നൽകുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതാണ് ഇത്തരം സവിശേഷമായ നിയമങ്ങൾ, പ്രത്യേക നിയമങ്ങൾ. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായുള്ള അട്രോസിറ്റീസ് തടയുന്നതിന്, കുട്ടികൾക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസ് തടയുന്നതിന്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം തടയുന്നതിനുള്ള സവിശേഷ നിയമങ്ങൾ അതുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. അത് ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ്. ഈ പ്രശ്നം പുരുഷന്മാർ അനുഭവിക്കുന്നില്ല. ഇപ്പോൾ പുരുഷന്മാർക്ക് ആരുണ്ട്, ഞങ്ങൾക്ക് ആരുണ്ട് എന്നുള്ള വിലാപകാവ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അത് ഇപ്പോൾ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബാലകൃഷ്ണൻ ചോദിച്ചു എന്നല്ലേ പറയുന്നത്. ബാലകൃഷ്ണൻ തന്നെ ഇരുന്ന കോടതി നോക്കൂ. ഹൈക്കോടതികളിൽ 13%, സുപ്രീം കോടതിയിൽ 9%മാണ് സ്ത്രീകളായ ജഡ്ജിമാരുടെ പ്രാതിനിധ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ പുരുഷന്മാർക്ക് ആരുണ്ട് എന്ന് ചോദിക്കുന്ന കോടതികളിൽ 87% പുരുഷന്മാരാണ്, 91% പുരുഷന്മാരാണ് ഈ രണ്ട് കോടതികളിലും. നമ്മളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ, നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ, പാർലമെൻറ്റിലെ 10%, രാജ്യത്തെ മറ്റ് നിയമനിർമ്മാണ സഭകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെ 5%ഒക്കെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പുരുഷന്മാർക്ക് ആളില്ലാത്തതുകൊണ്ടാണോ? നമ്മുടെ പോലീസ് സേനയാകട്ടെ, നമ്മുടെ കോടതികളാവട്ടെ, നമ്മുടെ രാഷ്ട്രീയ അധികാര ഘടനയാവട്ടെ, നമ്മുടെ കുടുംബ ഘടനയാവട്ടെ, ഇതെല്ലാം പുരുഷാധികാര ക്രമത്തിനെ താങ്ങി നിർത്തുന്ന, അതിനെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടനകളാണ്. ഈ ഘടനകളിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിയമപരമായ ചില നടപടികൾ കൊണ്ട് മാത്രം നിൽക്കില്ല.
അത് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോകുന്ന ഒരു സ്ത്രീക്ക് അവിടെ ഇനിയൊരു പരാതി പറയാൻ പോകണോ എന്ന് തോന്നും വിധത്തിലുണ്ടാ നേരിടേണ്ടി വരുന്ന പുരുഷാധികാര പ്രശ്നങ്ങൾ അവിടെയുണ്ട്, പുരുഷാധികാരത്തിൻ്റെ പ്രയോഗങ്ങൾ അവിടെയുണ്ട്. അവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ വളരെ ഹീനമായാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ത്രീകളെ, ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകളെയൊക്കെ നമ്മളുടെ നിയമവ്യവസ്ഥയിൽ പോലീസ് സ്റ്റേഷൻ തൊട്ട് അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ വൈകി, വളരെ പതുക്കെയാണ് കോടതികളിലെ അതിഭീകരമായ തരത്തിലുള്ള ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ മാത്രമല്ല അവരുടെ ജീവിതത്തിൻ്റെ രീതികളെ വരെ അപഹസിക്കുന്ന രീതിയിലുള്ള ക്രോസ് എക്സാമിനേഷനുകൾക്ക് ഒരു മാറ്റം വന്നു തുടങ്ങുന്നത് ഈ അടുത്ത കാലത്താണ്. അപ്പം ഞാൻ പറയുന്നത് നിയമ നടപടികൾ എന്നുള്ളതിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഹണി റോസിൻ്റെ വസ്ത്രം ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നും എനിക്കൊപ്പമാണ് കേരള സമൂഹം എന്നും പറയുന്ന തരത്തിൽ അഹങ്കരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പുരുഷാധികാര ഔദ്ധത്യത്തെ താങ്ങി നിർത്തുന്ന ഒരു ഘടനയും ക്രമവും ഇവിടെയുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അല്ലാതെ ഒരു സ്ത്രീ വിമോചന രാഷ്ട്രീയത്തിൻ്റെയോ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെയോ ധാരകൾക്ക് മുൻകൈ ഇവിടെയില്ല. അങ്ങനെ മുൻകൈ ഉണ്ടാകുന്ന സാമൂഹ്യ സമരങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഹണി റോസിന്റെ പരാതി എന്നുള്ളതും അതിലേക്കാണ് ഒരു സംഭാവന കോടതി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. ശരി.